MG മെജസ്റ്ററുമായിട്ട് ഒരു കോണ്ടന്റ് ചെയ്യണം. അപ്പോൾ എന്ത് കോണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ക്ലെയിം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇതാണ് ഈ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് റോഡേഴ്സ് ആക്ച്വലി ആണ് പേപ്പേഴ്സിൽ. സോ ലിറ്ററലി ഈ ഒരു വാഹനം വൺ ഓഫ് ദ ബെസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മുമ്പ് കുറെ കോണ്ടന്റ്സ് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്റെ ഓഫ് റോഡ് ചെയ്യുന്നതൊക്കെ. എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ ഓഫ് റോഡ് ആണ്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ആക്ച്വലി ക്യൂറേറ്റഡ് ഓഫ് റോഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വാഹനമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓഫ് റോഡ് ആണ്. അപ്പൊ ഇതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കാൻ ഒരു രസകരമായിട്ടുള്ള ഒരു ഓഫ് റോഡിനെ എനിക്ക് വിളിക്കണം. വേറെ ഒരല്ല, നമ്മുടെ ഫഹദ് ബ്രോ ആണ്. ഫഹദ് ബ്രോ, ഇപ്പൊ ഈ ഒരു വാഹനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുനിപ്പാറയിൽ ഞാൻ നേരത്തെ കയറിയുള്ള ഒരു ജീപ്പ് വെച്ചാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര മാസീവ് ഒരു വണ്ടിയാണ്. അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ എന്നുള്ള ഈ സാധനങ്ങളെല്ലാം പ്രശ്നമായിരിക്കും. സാധാരണ ജീപ്പ് കൊണ്ട് ഓടി ഉണ്ടാക്കിയ ട്രെയിലിൽ ഇങ്ങനെ ഒരു മാസീവ് വണ്ടി കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതിലത്തെ ലോ റേഞ്ചും പിന്നെ ഡിഫറൻഷ്യൽ ലോക്കേഴ്സിനെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ട്, കയറുന്നു നോക്കാം. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ആസ് സ്റ്റോക്ക് ആണ്, ഇൻക്ലൂഡിംഗ് ആ ഫുഡ് സ്റ്റെപ്പ് പോലും നമ്മൾ മാറ്റിയിട്ടില്ല. അത് പരിക്കില്ലാതെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. എന്റെ ഉത്തരവാദിത്തം എന്താ വെച്ചാൽ ഞാൻ വണ്ടി വാങ്ങിയിട്ടുണ്ട്, ഇതിന്റെ സ്ക്രാച്ച് ഇല്ലാതെ അവിടെ ഏൽപ്പിക്കണം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ 3 ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ പ്രോ ആസ്പെക്ട്, അപ്പൊ നിങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓബ്വിയസ്ലി പ്രൂവൻ ആണ്. രണ്ടാമത് എന്നെ പോലെ ഒരാൾ നിങ്ങളുടെ ഹെൽപ്പിലൂടെ ആ ഒരു ട്രയൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതും രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത് എൽദോ ചേട്ടൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എൽദോ ചേട്ടൻ വേറെ ആരുമല്ല, ഇവിടെ ജീപ്പ് ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ജീപ്പ് ഓടിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ വണ്ടിയുടെ കഴിവിലല്ല കയറുന്നത്, അവരുടെ സ്കില്ലാണ് കയറുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെയും ഒരു വ്യൂ ഈ ഒരു വീഡിയോനെ കുറിച്ച് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നുണ്ടെന്ന്. ബേസിക്കലി നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഈ ഒരു MG മെജസ്റ്ററിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണു, അതുപോലെ തന്നെ സ്ക്രാച്ച് ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇത് ആക്ച്വലി വിജയകരമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം MG മെജസ്റ്ററിന്, അല്ലെ? എന്നാ പിന്നെ പൊളിക്കാം, അല്ലെ? എന്നാ പിന്നെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഞാൻ നേരത്തെ കയറിയുള്ള ഒരു ജീപ്പ് വെച്ചാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ വണ്ടിയൊക്കെ എങ്ങനെ കയറി പോകാനാ? ജീപ്പിനേക്കാൾ ഒരുപാട് വലിയ വണ്ടിയാണിത്. ഇത് പോയ പല സ്ഥലങ്ങളിൽ അടി തട്ടാൻ കയറി പോകാൻ സാധ്യത വളരെ കുറവാണ്. നോർമൽ കണ്ടീഷൻസിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് 4 ലോ എൻഗേജ് ചെയ്യേണ്ടി വരും, അല്ലെ? 4 ലോ, അതായത് ഇങ്ങനത്തെ ഇൻക്ലൈനുകൾ കയറുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ഗിയർ ബോക്സിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് 4 ലോ എൻഗേജ് ചെയ്യുന്നതാണ്. ടോർക്കി വണ്ടികളാണെങ്കിൽ ഈ ഗ്രിപ്പ് വെച്ച് ട്രാക്ഷൻ വെച്ച് ഈസി ആയിട്ട് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇതിന് 4 ലോ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് മൊമെന്റം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷനിലെ സ്ഥിതിക്ക് കയറാൻ പറ്റുമോ? എവിടെയാണോ അതിന്റെ ടോർക്ക് ബാൻഡ്, ആ ടോർക്ക് ബാൻഡിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി. ഇപ്പൊ ഒരു ജീപ്പാണെന്ന് വിചാരിക്കും, ജീപ്പ് 4 ഹവർ ഹൈയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ RPM കയറ്റി പിടിച്ചാലാണ് ഇതിന്റെ ടോർക്ക് കയറി വരുള്ളൂ. അപ്പൊ അത്രയും സ്പീഡ് കൂട്ടേണ്ടി വരും. ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോഡ് ഇപ്പൊ ക്രോൾ ചെയ്ത് പോകാൻ ഇങ്ങനത്തെ പാറകളുടെ മുകളിലൂടെ. പാറകൾ എപ്പോഴും ക്രോൾ ചെയ്യാണ് സേഫ്, അല്ലെങ്കിൽ വണ്ടിയുടെ സാധനങ്ങൾ അവിടെ ഇവിടെയും, കാരണം ഓരോ ജമ്പും വണ്ടി അടി വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇടിച്ചോണ്ടിരിക്കും. ഇത് ഏറ്റവും സേഫ് ആയിട്ട് ഓടിക്കാൻ 4 ലോ എൻഗേജ് ചെയ്യുക, ക്ലീൻ ആയിട്ട് ക്രോൾ ചെയ്ത് പോവാം. ഗിയർ ബോക്സിന് കംപ്ലൈന്റ് ഇല്ല, എഞ്ചിന് ലോഡ് ഇല്ല, ക്ലച്ച് കത്തുന്നില്ല, സ്മൂത്ത് ആൻഡ് ഈസി. അത് മാത്രമല്ല ഈ ഒരു നാരോ ഇതിലെത്തുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് കാണുന്നില്ല. അപ്പൊ ഈ ഒരു അത് ഭയങ്കര അഡ്വാൻറ്റേജ്. യൂസ് ചെയ്യാൻ പറ്റും, ട്രാക്ക് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഒന്നും കാണാൻ പറ്റും, ഒന്നും കാണില്ല. പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ ബോണറ്റ് അത്ര വലുതുണ്ട്, അല്ലേ? എനിക്ക് ഈ സ്റ്റാർട്ടിങ് സംഭവം ഭയങ്കര കൂള്, അല്ലേ? ഇത് ആ ക്രോൾ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് കയറിക്കോളും. ഞാൻ റോട്ടിൽ കൂടി കൊടുക്കണം, സ്റ്റിയറിംഗ് മാത്രം ചെയ്യും. ആ വന്ന സംഭവം എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കയറാനായിട്ട്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കാഴ്ചയിലെ ഒരു ഭീകരനാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വണ്ടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ലോ റേഞ്ച് ഇട്ട് പോകുമ്പോൾ പോലും നമ്മൾ കുറച്ചുകൂടി ആ ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യില്ലേ? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അടി തട്ടില്ല. ഇത് അടി തട്ടുമെന്ന് വെച്ചാൽ ഇപ്പൊ ജീപ്പ് കയറി പോയാൽ ലൈൻ അയാൾ ഈസി ആയിട്ട് കയറി പോകും ജീപ്പ്. കാരണം ജീപ്പ് ഷോർട്ട് വീൽ വേസ് ആണ്, ഇത് ലോങ് വീൽ വേസ് ആയതുകൊണ്ട് ഇവിടെ അടി തട്ടാനും അടി തട്ടാതെ നമ്മൾ സേഫ് ആയിട്ട് എടുക്കാൻ വേറെ ലൈൻ ഇടിക്കുമ്പോൾ വണ്ടി ആർട്ടിക്കിളായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ലോക്കറിന്റെ കൂടെ നമുക്കൊന്ന് കാണിച്ചു തരാം. അതിൽ ഇറങ്ങി നോക്കാം. ഓക്കെ, ഇതിൽ ഒന്നുമില്ല, ഞാൻ പോകേണ്ട ലൈന്, വണ്ടി പോകേണ്ട ലൈന് ഞാൻ കറക്റ്റ് നേരത്തെ തീരുമാനിക്കണം. ഇത് വെറുതെ തോന്നുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ അടി തട്ടി ഈ പാറയിൽ ഒന്ന് അടി തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഈ സ്ഥലത്ത് അല്ലേ, ഈ പാറയിൽ. അതുപോലെ ഇതിലിറക്കി വീൽ ഏതെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ടയറിന്റെ അഡ്ജസ്റ്റ് പോവും, വീല് നാശാവും. അപ്പൊ അതൊന്നും പറ്റാണ്ടിരിക്കാൻ ഞാൻ കറക്റ്റ് എന്റെ പോകേണ്ട ലൈൻ ഞാൻ ആദ്യം തീരുമാനിക്കണം. അപ്പൊ ഞാൻ ഈ കല്ലുകളുടെ മുകളിൽ കൂടെയാണ് എന്റെ ഫ്രണ്ട് വീല് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. റൈറ്റ് സൈഡിലെ ഫ്രണ്ട് വീല് ഈ കല്ല് ഇതിന്റെ മുകളിൽ കൂടെ. അപ്പൊ ഒന്ന് വൈഡ് ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ റിയർ വീലും പയ്യെ ഇതിന്റെ മുകളിൽ കൂടെ കയറിക്കോളും. എന്നാൽ പയ്യെ അങ്ങ് മുകളിൽ കയറാം, എന്നിട്ട് അവിടെ തിരിക്കാം. അപ്പൊ ഇവിടുന്ന് കയറുമ്പോൾ മിക്കവാറും നമുക്ക് ട്രാക്ഷൻ ഇല്ലാത്ത സിറ്റുവേഷൻസ് വരും. റിയർ ഡിഫറൻഷ്യൽ ലോക്കർ മാത്രം ഓൺ ചെയ്താൽ വണ്ടി ഈസി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. റിയർ മാത്രം മതി. അതായത് ഫ്രണ്ട് ആവശ്യം വരും എപ്പോഴാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് അങ്ങനെ പ്രശ്നം വരുള്ളൂ. ഒന്ന് ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കയറുമ്പോഴത്തേക്കും ഫ്രണ്ട് മുകളിൽ കയറി പിടിക്കും.
അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരില്ല അല്ലേ? ഭയങ്കരമായിട്ട് ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് വീല് നിലത്ത് തൊടുന്നില്ലെങ്കിൽ മാത്രം, ഏതെങ്കിലും ഒരു വീല് എയറിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രണ്ട് വീല് ലോക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ റിയർ ലോക്കർ എൻഗേജ് ചെയ്തുകൊണ്ടാണ് റിയർ ലോക്കർ എൻഗേജ് ചെയ്തു. എന്നിട്ട് കൂളായിട്ട് നമ്മൾ ഒരു ലൈൻ കീപ്പ് ചെയ്ത് ആ ലൈനിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ക്രോൾ ചെയ്ത് നമുക്ക് ഇതിനെ കയറ്റിക്കൊണ്ടോ. ആഹാ, ഓക്കെ. ആ ലൈൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ അടി തട്ടാതെ ഇങ്ങനെ പോകണം അല്ലേ? ഈവൻ ഇത്രയും ഒരു ലൈൻ ചൂസ് ചെയ്യാം. നമുക്ക് എഫേർട്ട്ലെസ് ക്രോളാണ്. ടോർക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ മെയിൻ കളി. ലോ റേഞ്ച് ഗിയർ ബോക്സ് ഇത് വണ്ടിനെ ഭയങ്കര ഈസി ആക്കാണ് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ. പിന്നെ കറക്റ്റ് ലൈൻ, നമ്മൾ എടുക്കുന്ന ലൈൻ എടുത്തു കഴിഞ്ഞാൽ എവിടെയും തട്ടാതെ കയറി കൊണ്ടുപോകും അല്ലേ? ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കറിന്റെ ആവശ്യമില്ല ശരിക്കും. നമുക്ക് ആക്ച്വലി ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യാം. നമ്മൾ ശരിക്കും ഓഫ് ചെയ്യുമ്പോഴാണ് അവിടെ അത് വരുന്നത്. ആ ഒരു ഇഷ്യൂ അവിടെ വന്നേനെ ശരിക്കും അല്ലേ? പക്ഷെ അതാണ് അത് ക്യാൻസൽ ചെയ്തത്, ഈ റിയർ ലോക്കർ ഇട്ടപ്പോൾ. ഫഹദ്, ഈ ഒരു ടെറൈനിൽ ഈ ഒരു സെക്ഷൻ നമ്മൾ ചെയ്തില്ലേ, ഇതിനകത്ത് ചെയ്യാൻ സഹായിച്ച ഇതിൻ്റെ ടയറിന് വല്ല പ്രത്യേകത? കാരണം ഇവർ ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ സെഗ്മെൻറ്റിൽ ഇവർക്കാണ് 19 ഇഞ്ച് ടയർസ് വരുന്നത്. അത് മാത്രമല്ല ഈ ടയർ 80 ആണ്. ടയറിന്റെ സെക്ഷൻ വലിയ സൈസ് എന്നുള്ളത് കൊണ്ട് അഡ്വാൻറ്റേജ് തരുന്നത് നമുക്ക് ക്ലിയറൻസ് ആണ്. ഓക്കെ, ഗ്രൗണ്ട് ക്ലിയറൻസ് വരും, ബെല്ലി ക്ലിയർ ആവും. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒന്ന്, ഇത് ജീപ്പ് പോണ ചെറിയ നാരോ ട്രാക്കാണ്, നമ്മുടെ വണ്ടി വൈഡാണ്. ഈ വണ്ടി വൈഡ് ആയതുകൊണ്ട് ജീപ്പുകൾ കറക്റ്റ് ഈ നടുക്കുള്ള ചാലിൽ കൂടെ പോകും. നമ്മുടെ വണ്ടി പോകുന്നത് ഫുള്ള് ഇതിന്റെ സൈഡ് എഡ്ജസിൽ കൂടെയാണ്. എഡ്ജസിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സൈഡ് വാളിന് ഭയങ്കര ലോഡ് വരികയാണ്. സൈഡ് വാളിന് ലോഡ് വരുമ്പോൾ ഒരു HT ടയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നല്ലെങ്കിൽ സൈഡ് വാൾ ബൾജാവും അല്ലെങ്കിൽ പൊട്ടും. അതിൽ മുകളിലൊരു കല്ലൊക്കെ ഉണ്ട്, ആ കല്ലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൈഡ് വാൾ ബൾജാവും. അപ്പോൾ ഇവിടെ എപ്പോഴും റെക്കമെൻഡ് ടയേഴ്സ് 80 ആണ്. 80 എന്തായാലും സൈഡ് വാൾ വിൽ ബി ഹെവിയർ ദാൻ ടഫർ ദാൻ HT. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ HT ഉള്ളത് ശരിക്കും ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെ തരും ഇതിൽ. ശരിക്കും ഇങ്ങനത്തെ സാധനത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും MT ടയേഴ്സ് ആണ്. കമ്പനി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഐ ഗോ ഫോർ MT ടയേഴ്സ് ഫോർ ഷുവർ. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നും നോക്കാതെ അടിച്ചിളക്കി പോകാം. പക്ഷേ HT 80 ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. ബട്ട് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടെറൈൻ നമ്മൾ കവർ ചെയ്തപ്പോൾ നമ്മുടെ സൈഡ് വാൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അത് മാത്രമല്ല ഈ ഒരു 19 ഇഞ്ച് ടയർസ് കാരണം നമ്മുടെ ഇത്രയും വൈഡ് വണ്ടിയായിട്ടും ഈ എഡ്ജസിൽ കൂടെ പോയിട്ടും ടയറിനൊന്നും പറ്റിയിട്ടില്ല, സംഭവിച്ചില്ല അല്ലേ? അപ്പൊ നമ്മള് റിയർ ലോക്കർ ഓൺ ചെയ്തു. എന്ത് സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ആർട്ടിക്കുലേറ്റഡ് ഏരിയകൾ വരിക ഭയങ്കര നാരോ ആണ്. ഇതിൽ ഏറ്റവും ട്രിക്കി സാധനം എന്താന്ന് വെച്ചാല് ഈ വണ്ടിയുടെ വിടുത്തും ഫുൾ സ്റ്റെപ്പ് തട്ടാതെ കൊണ്ടുകിടക്കുക എന്നുള്ളത്. നമ്മൾ ആ കല്ലൊക്കെ കണ്ടില്ലേ, ആ കല്ലൊക്കെ ഒരു ഇത്തിരി ട്രിക്കി സാധനം. അപ്പൊ നമ്മൾ കറക്റ്റ് ലൈനിൽ എടുത്തില്ലെങ്കിൽ ഫുൾ സ്റ്റെപ്പ് അതിൽ വന്ന് തട്ടും. ആ കല്ല്, ഞാൻ ആ പറഞ്ഞ കല്ല് കുഴപ്പമില്ല. ലോക്കർ തന്ന അഡ്വാൻറ്റേജ് ഉണ്ടോ, കോൺഫിഡൻസ് ഉണ്ടോ? ലോക്കർ ക്ലീൻ ആയിട്ട് വണ്ടിനെ തിരിച്ചു. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫ്രണ്ട് ലോക്കർ യൂസ് ചെയ്യാം. അതായത് ഫ്രണ്ടിൽ ട്രാക്ഷൻ കുറവാണ്, കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാര്യമായിട്ട് ട്രാക്ഷൻ കുറഞ്ഞ സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ഈ ഫ്രണ്ടില് നമ്മൾ ലോക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അത് ട്രാക്ഷൻ ഉള്ളിടത്ത് തിരിക്കാൻ പാടില്ല. ട്രാക്ഷൻ ഇല്ലാത്തടത്ത് തിരിച്ചാലും കുഴപ്പമൊന്നും പറ്റാൻ പോണില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തിരിക്കാൻ പാടില്ല. എൽദോട്ടാ, സ്ഥിരമായിട്ട് ആളുകൾ ഈ റൂട്ടല്ല ചൂസ് ചെയ്യാറെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ? മിക്ക ആളുകൾ മറ്റേ പാറപ്പുറത്ത് കയറി പോകാനാണ്. അപ്പോൾ ഈ വഴി കൂടിയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവുക അല്ലേ? ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, ഈ വാഹനം 2 ടയറിലൊക്കെ കയറി പോണത്. ഇപ്പം തോന്നണോ? ഇപ്പോൾ ഞങ്ങളുടെ ജീപ്പിനെ അപേക്ഷിച്ച് ശരിക്കും ഈ വണ്ടി നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിൽ നടന്ന് കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കയറില്ല, നടന്ന് കയറില്ല. ഞങ്ങളുടെ വണ്ടി നടന്ന് കയറാൻ നോക്കിയാൽ ഒരു കറക്കം നടക്കില്ല, അത് ഉടക്കി നിൽക്കുകയുള്ളൂ. കുറച്ചുകൂടി കാല് കൊടുത്ത് ഞങ്ങൾ വേഗതയിലാണ് ഞങ്ങൾ കയറി പോണത്. ചേട്ടാ, അതിൽ ഒരു ചെറിയൊരു ടെക്നിക്കൽ സാധനം ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിയിലുള്ള ഒരു മെക്കാനിക്കൽ കമ്പണന്റ്, ഡിഫറൻഷ്യൽ ലോക്കർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഈ വണ്ടിയിൽ. ഒന്നല്ല, 3 ഉണ്ട്. 3 എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വണ്ടി മുന്നോട്ട് പോകുമ്പോൾ 4 വീൽ എൻഗേജ് ചെയ്താലും എപ്പോഴും മുന്നിലത്തെ ബാക്കിലത്തെ വീലിലേക്ക് ഒരേ പവർ അല്ല കൊടുക്കുക. മഹീന്ദ്രയുടെ വണ്ടികൾ പ്രത്യേകിച്ച് ഒരു 30, 70 അല്ലെങ്കിൽ 40, 60 അങ്ങനെയാണ് പവർ സ്പ്ലിറ്റ് ആവുള്ളൂ. എപ്പോഴും കൂടുതൽ പവർ ബാക്കിലെ വീലിലേക്കാണ് പോവുക. ഈ സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അതെന്താണെന്ന് വെച്ചാൽ ഗിയർ എൻഗേജ് ചെയ്താൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എപ്പോഴും 50-50 പവർ, ഒരേ പവർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് പോകും. അപ്പോഴും ഉള്ള പ്രശ്നം ഡിഫറൻഷ്യൽ ഉണ്ട്, ഹൗസിംഗ് ഉണ്ടല്ലോ. ഹൗസിംഗ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഹൗസിംഗ് ഓപ്പൺ ആകുമ്പോഴാണ് നിങ്ങൾ ഈ സ്പീഡിൽ അടിച്ച് കയറ്റേണ്ടി വരുന്നത്.
സ്പീഡിൽ അടിച്ചു കയറ്റുമ്പോൾ എന്താ ഇതിനാ നിങ്ങൾ സ്പീഡിൽ അടിച്ചു കയറ്റുന്നത്? നിലത്ത് ട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് ചാടിയാണ് നിങ്ങൾ പോണത് അല്ലേ? ആ ചാടി പോകണോണ്ട് നിങ്ങൾ സ്പീഡിൽ പോകണം. ഈ ഡിഫറൻഷ്യൽ ലോക്ക് എൻഗേജ് ചെയ്താൽ ഒരിക്കലും ഇത് ചാടേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണോ ഏത് വീല് വേണമെങ്കിൽ ഏറിപ്പോക്കോട്ടെ, നിലത്തുള്ള വീലിൽ പവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ പോരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ വണ്ടിക്ക് പരിക്കില്ലാതെ ഓടിക്കാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ മഴക്കാലത്ത് ഇത് കൂടെ അടിച്ചേൽക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് പരിക്കാണെന്ന്. വെറുതെ ഒരു ബാക്കിൽ ഡിഫറൻഷ്യൽ ലോക്കർ മാത്രം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഭയങ്കര കേപ്പബിൾ ആവും. അപ്പോൾ ഈ വണ്ടിയിൽ 3 അപ്പോൾ അത് അത്രയും കേപ്പബിലിറ്റി കൂട്ടുക. ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു സാധനമുള്ള വേറെ വണ്ടിയില്ല. ശരിക്കും ഇവിടെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ സ്കില്ലും കൊണ്ടാണ്. നിങ്ങൾ വണ്ടിക്ക് പരിക്കെടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്ര സ്പീഡ് വേണമെന്ന്. അപ്പോൾ അറിയാത്ത ഒരുത്തൻ ഇവിടെ അടിച്ചിലക്ക് ഈ വണ്ടിയും കൊണ്ട് വന്ന് അതിൻ്റെ അടിയൊക്കെ പപ്പടായി പോകും. ഇത് പയ്യെ എൻഗേജ് ചെയ്ത് നടന്ന് കയറി വരാം. അതാണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് ശരിക്കും ഫുഡ് റെസ്റ്റ് പോലും നമ്മൾ ഊരി വെക്കാതെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൽ നിങ്ങൾ കണ്ട ഈ സാധനം മൊത്തം അത് പിടിച്ച് കയറി വരാനുള്ള കാരണം ഭയങ്കര സിമ്പിളാണ്. പിടികിട്ടിയോ? ഇപ്പൊ മനസ്സിലായില്ലേ തോട്ടാ? സെറ്റ് അല്ലേ? സാധാരണഗതിയിൽ അവർ ഈ ഒരു ഓഫ് റോഡ് വണ്ടി ആണ് 4x4 എവിടെ വേണമെങ്കിലും കയറും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഉദ്ദേശിക്കും പോലത്തെ ഒരു ഓഫ് റോഡല്ല, അങ്ങനത്തെ വഴികളല്ല. അപ്പോൾ പലരും പറയും ഞങ്ങളുടെ വണ്ടി കയറിപ്പോകുമെന്ന് പറയും. ഒരുപാട് വണ്ടികൾ ഇതിൽ വന്നിട്ട് അടിയൊക്കെ ഇടിച്ച് പൊളിച്ച് മറിഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഈ മഴയൊക്കെ പെയ്തെടുക്കുന്ന സമയത്ത് ഈ പാറയൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് വെച്ചാൽ 4 വീലിൽ നിന്ന് കറങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള വഴികൾ വരുമ്പോൾ ഇവർക്ക് എതിരെ പോകേണ്ടത് എന്താ കാണിക്കേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓവറായിട്ട് കാല് കൊടുക്കുകയും വണ്ടിയിൽ നിന്ന് തെന്നി മറിയുവാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്ന് ഇവിടെ ഈ മരത്തിലൊക്കെ വന്ന് മറിഞ്ഞ് നിന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ജീപ്പുമായിട്ട് വന്ന് 2 ജീപ്പൊക്കെ ഇട്ട് കെട്ടി വലിച്ചൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അതിന് അതൊരു ഡ്രൈവർമാരുടെ പരിചയക്കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവർ ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടീനെ സ്പിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു മിനിമം വീൽ സ്പിൻ വന്നാൽ മാത്രമാണ് ഇത് കയറി കിക്കിനാവുള്ളൂ. അതിനുവേണ്ടി അവരവിടെ പിടിപ്പിക്കും. അപ്പോൾ അവിടെ നിന്ന് ട്രാക്ഷൻ മിസ്സായി, അതായത് ഇപ്പം ഒരു മിനിമം ഒരു 100 RPM കയറിയാലാണ് BLD വർക്ക് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും. ഒരു വീൽ സ്പിന്നായ വീലിനെ ബ്രേക്ക് കയറി പിടിക്കണത്. അത് പിടിക്കാൻ വേണ്ടി ഇവർ RPM കയറ്റി അങ്ങ് പിടിക്കണോടുകൂടി ഇത് പെട്ടെന്ന് കയറി പിടിക്കും. ഒന്നാമത് ഇങ്ങനെയുള്ള ഗ്രേഡിയൻ്റ് അല്ലേ, വണ്ടിയുടെ ലോഡ് ഫുള്ള് ഏതെങ്കിലും ഒരു വീലിൽ കോൺസെൻട്രേറ്റഡ് ആവും. ആ സൈഡിലേക്ക് ആവും വണ്ടീനെ G-ഫോഴ്സ് വലിക്കുന്നുണ്ടാവുക. കറക്റ്റ് ആ വീലിലേക്ക് അങ്ങ് പിടുത്തം വരുന്നതോടുകൂടി വണ്ടി ഇങ്ങനെ തെന്നി മാറും. അവിടെയാണ് ഡിഫറൻഷ്യൽ ലോക്കിന്റെ കളി. അവിടെ ഡിഫറൻഷ്യൽ ലോക്ക് എൻഗേജ് ചെയ്ത ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ഇപ്പം ഈ സാധനം നമ്മൾ വണ്ടി കയറ്റുമ്പോൾ വീഡിയോ എടുത്താൽ മനസ്സിലാക്കും. വണ്ടി ഫുള്ള് നമ്മുടെ കൺട്രോളാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ എന്തായാലും G-ഫോഴ്സ് ഒരു സൈഡിലേക്ക് നമ്മൾ വലിക്കും. പക്ഷെ നമുക്ക് വണ്ടിയുടെ മുകളിൽ ഈ BLDനെയും MLDനെയും കിക്കിനാവാൻ വേണ്ടി കാത്തുക്കേണ്ട സാധനമില്ല. വണ്ടിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കയറ്റിക്കൊണ്ടുപോകാം. ഇപ്പം എൽദോസേട്ടനെ പോലത്തെ ഒരു ഡ്രൈവർ ഫുൾ പുള്ളിയുടെ സ്കിൽസ് കൊണ്ടും വണ്ടിയുടെ കേപ്പബിലിറ്റി കൊണ്ട് വണ്ടിക്ക് 4x4 ഉണ്ട്. അവർ ഓപ്പൺ ഡിഫറൻഷ്യലാണ്, സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് ഇല്ല, ഇത് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്ന ലൈനാണ് അവർ ചൂസ് ചെയ്യുക. നമ്മുടെ വണ്ടി അവരെ പോലെ ട്രാക്ഷൻ കിട്ടുന്ന ലൈൻ ചൂസ് ചെയ്താൽ നമ്മുടെ ബെല്ലി ബ്രീച്ച് ആവും, ബാക്ക് തട്ടും, അല്ലെങ്കിൽ ഫ്രണ്ട് തട്ടും, ചിലപ്പോൾ അതിൽ കൂടെ എടുത്താൽ. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ആയ നമ്മുടെ തട്ടാത്തൊരു ലൈനിൽ കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ റിഡക്ഷൻ റേഷ്യോ മാത്രമല്ല ലോക്കേഴ്സ്. ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യൽ ലോക്കർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെ ട്രാക്ഷൻ ഇല്ലെങ്കിലും നിലത്ത് ഏത് വീലുണ്ടോ ആ വീൽ ഇതിനെ തള്ളിക്കോളും. എൽദോസേട്ടാ, അപ്പം നിങ്ങൾ നോർമലി ജീപ്പ് എടുക്കുന്നത് ഇതായിരിക്കും നിങ്ങളുടെ പാത്ത് അല്ലേ? ഞങ്ങൾ 2 വഴി എടുക്കും. ഇതിലെടുക്കും, പക്ഷേ ഇങ്ങനെ ഇടയിൽ കൂടെ എടുക്കില്ല. കാരണം നമ്മൾ ഇടയ്ക്ക് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ തട്ടും. പക്ഷെ നമുക്ക് ഇടയിൽ കൂടെ എടുത്തിട്ട് ഈ വണ്ടി ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പക്ഷെ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരട്ടെ, ചേട്ടനൊന്ന് കണ്ടു നോക്കും. ഇതിന്റെ ഡിഫറൻഷ്യൽ എന്താണ്, ഡിഫറൻഷ്യൽ ലോക്ക് എന്താണെന്നുള്ള സാധനം ഡെമോ ചെയ്യാൻ ഏറ്റവും നല്ല ഒബ്സ്റ്റക്കിൾ ആണ് ഇത്. അപ്പോൾ നമ്മളവിടെ ആ ഒരു ആംഗിൾ കറക്റ്റാക്കി. ഇനിയിപ്പോൾ ഈ ഭാഗത്തും അടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നോക്കേണ്ട സാധനം ഇവിടെ ട്രാക്ഷൻ മിസ്സാവുന്ന സാധനം നമുക്ക് ലോക്കറിലുണ്ട് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ആകെ നോക്കേണ്ടത് വണ്ടിയുടെ ബെല്ലി സേവ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് റെസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ള. അപ്പോൾ അതിന് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇരിക്കും. ഇല്ല, ഇത് ഞാൻ ഏറ്റവും ആ എൻഡിൽ കൂടെ തന്നെ കൊടുന്ന് ഇവിടെ കൂളായിട്ട് കയറിപ്പോ ഇവിടെ ഒന്നും ഒരു പ്രശ്നമുള്ള സാധനമല്ല. ആ കല്ലൊന്നും ഒഴിവാക്കുക. അല്ലെങ്കിൽ എനിക്ക് എക്സ്ട്രീം റൈറ്റിൽ കൂടെ പോയാൽ വളരെ ഈസിയായി. അതിൽ കൂടെ പോയി ഇത്തിരി ട്രിക്കിയാണ്. ഒരു വീൽ എയറിൽ പൊങ്ങുന്നുള്ളൂ, കുഴപ്പമില്ല. രസമാണ്. ഇത് നല്ല അത്യാവശ്യം ട്രിക്കി ആയ ഒരു ട്രാക്കാണ്. ഇവിടെ ട്രാക്ഷൻ മിസ്സാവണ, അതായത് ഒരുപാട് ആർട്ടിക്കുലേഷൻസ് വരുന്ന സാധനമാണ്. ഇവിടെയാണ് പറഞ്ഞത് പുള്ളിച്ചേട്ടൻ പറഞ്ഞ വണ്ടികൾ വരുമ്പോൾ നിന്ന് തിരയുക, BLD കിക്കിനാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ടയർ ഇട്ട് തേച്ച പാട്. ടയർ ഇങ്ങനെ വന്നിങ്ങനെ നിന്ന് മാന്തിക്കൊണ്ടിരിക്കും. അതാണ് ഗ്രിപ്പ് കിട്ടാതെ. ഇത്രയും ദൂരം ഞാൻ ഓടിച്ചില്ലേ, എനിക്ക് ഓടിക്കണമെന്നുണ്ട്. പക്ഷെ മഴ പെയ്തുകൊണ്ട് ഈ ട്രാക്ഷൻ കുറയുമ്പോൾ പ്രശ്നങ്ങൾ. ഇപ്പൊ ട്രാക്ഷൻ കുറഞ്ഞായിട്ട് തോന്നി. നമ്മൾ മഴയിൽ തന്നെ കയറി വന്നു. ഈ തൊട്ട് മുമ്പത്തെ പാട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ട്രിക്കിയായിരുന്നു. അതെങ്ങനെ കയറി വന്നു സെന്തിൽ മനസ്സിലാക്കിയല്ലേ. അതായത് എത്ര ട്രിക്കി ആണെങ്കിലും വണ്ടി അത് നമ്മൾ അറിയിക്കുന്നില്ല. ട്രൈ ചെയ്തു.
ഒന്ന് എടുക്കാന്ന് പറയണം അല്ലേ? അതിലൊരു സംശയമില്ല. മഴ എന്നാ പിന്നെ എടുക്കല്ലേ അല്ലേ? പിടിക്കാം, നോക്കാം നമുക്ക്. മഴയൊക്കെ ഉണ്ട്, ആലിപ്പഴം വീഴണ മഴ നമ്മൾ കണ്ടില്ലേ? ഫഹദ് ബ്രോ, അങ്ങനെ ഫഹദ് ബ്രോ നമ്മള് കുയിനിപ്പാറ മല കീഴടക്കിയിട്ടുണ്ട് അല്ലേ? സ്റ്റോക്ക് വണ്ടി കൊണ്ട്, ബോൺ സ്റ്റോക്ക് വണ്ടി, അതായത് ഒരു അപ്ഗ്രേഡും ഇല്ലാതെ സ്റ്റോക്ക് 80 ടയേഴ്സ്, ഒരു സാധനം ഊരി വെച്ചിട്ടില്ല. എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പുകൾ ഊരി വെക്കണമെന്ന്, അതുപോലെ ഊരി വെക്കാതെ നമ്മൾ വന്നത്. ആക്ച്വലി ഫഹദ് ബ്രോ എന്നോട് പറഞ്ഞു ഇത് ഊരി വെക്കാം, കാരണം വെച്ചാൽ നോർമൽ കണ്ടീഷൻസിൽ ഏകദേശം ഒരു 290 എന്നുള്ളത് ഏകദേശം കുറയുന്ന റീസൺ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്യില്ലാതായിരിക്കും നിങ്ങൾക്ക് ഏതൊരു വാഹനമായിട്ടും വരാൻ പറ്റാത്ത അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ആർക്കും വരാം. പക്ഷേ വണ്ടി കയറാത്തൊരു വഴിയൊന്നുമല്ല, പക്ഷേ ഇതിൽ വണ്ടിക്ക് പരിക്കില്ലാതെ കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സാധനം. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഈ മെക്കാനിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ട്. ലോക്കർ തന്നെയാണ് ഏറ്റവും വലിയ സാധനം, ലോക്കർ തന്നെയാണ് ഏറ്റവും വലിയ ഫീച്ചറും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇത്രയും വലിയ വണ്ടി ആയിട്ടും ഇത്ര ഈസി ആയിട്ട് കയറാൻ പറ്റി. ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല ഒരു പരിക്കില്ലാന്ന്. ചെറുതായിട്ട് ഞങ്ങളുടെ അലോയ്സിൽ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്, കാരണം അത്ര വീതി കുറഞ്ഞു. ജീപ്പ് പോണ ട്രെയിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വലിയ മോൺസ്റ്റർ വണ്ടിയും കൊണ്ട് നമ്മൾ കയറി പോരുന്നത്. എല്ലാവരും ഈ ഡിഗ്രി, ഞാൻ ഇൻക്ലിനോമീറ്ററും കൊണ്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ അത് നോക്കാൻ തന്നെ 28 ഡിഗ്രി 27 ഡിഗ്രി എന്നൊക്കെ ഉള്ള ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ക്ലൈംബ് അത്യാവശ്യം നല്ല കട്ടി തന്നെയായിരുന്നു. 37 ഡിഗ്രി 38 ഡിഗ്രി അപ്പൊ അതിൽ ചെറിയൊരു പരിക്ക് പറ്റിയത് ബാക്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി. അതായത് ഡിപ്പാർച്ചർ ആംഗിളിന്റെ പ്രശ്നം ചെറുതായിട്ട്, വളരെ മൈന്യൂട്ടായിട്ടൊന്ന് നിലത്ത് ഒരഞ്ഞിട്ടാണ് വണ്ടി കയറി വന്നത്. പക്ഷെ അതും പറയത്തക്ക പരിക്കൊന്നുമല്ല. പിന്നെ മാത്രമല്ല ക്രോൾ കൺട്രോളൊക്കെ ആണെങ്കിലും ക്രോൾ കൺട്രോൾ ഓൺ ചെയ്ത് ബ്രേക്കിൽ ടാപ്പ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ക്രോൾ കൺട്രോൾ മറ്റു വണ്ടികളിൽ സ്പീഡ് കൺട്രോൾ ഇല്ല. അതായത് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ പ്രീസെറ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇതിൽ അങ്ങനെ പ്രീസെറ്റ് ആണെങ്കിലും ബ്രേക്ക് വെച്ച് കൺട്രോൾ ചെയ്താൽ ക്രോൾ കൺട്രോൾ ഡീആക്ടിവേറ്റ് ആവുന്നില്ല. കാര്യമായിട്ട് ഓഫ് റോഡിങ് അറിയാത്ത ആളുകൾക്കും അത്യാവശ്യം കട്ടിയുള്ള ഓഫ് റോഡ് ട്രെയിലുകൾക്കൊക്കെ ഈ വണ്ടി കൊണ്ട് കയറി പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വേർഡിക്റ്റ്. ആൻഡ് ഐ ലൈക്ക് ദിസ് കാർ. ഇനി ഒരു ട്രെയിലും കൂടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതല്ല, വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു സാധനം. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അല്ലേ, പിടിയല്ലേ? ഉറപ്പല്ലേ? വണ്ടി ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ വണ്ടി മറ്റുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ കയറി വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത പറഞ്ഞാൽ അത്രയും വലിയ കയറ്റത്തിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ടും അങ്ങനെ തന്നെ വണ്ടി, പക്ഷേ മറ്റുള്ള വണ്ടികൾ അങ്ങനെ ഓടിക്കാൻ കിട്ടില്ല. ഇപ്പം ജീപ്പ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ 4 വീലാണെങ്കിൽ പോലും അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് ആ വണ്ടി പുറകോട്ട് പോകും. മുമ്പോട്ട് കയറി കയറ്റല്ലേ, മുമ്പോട്ട് കിട്ടില്ല വണ്ടി. വന്നോട്ടെ കുഴപ്പമില്ല. അഭി ഇറങ്ങിയോട്ടെ, വാ സെന്തിൽ ഇവിടെ വരെ കൂളായിട്ട് വരാം. വാ സ്ട്രൈറ്റ് ഫുൾ റൈറ്റ് അടിച്ചോ, ഫുൾ റൈറ്റ് പോരെ പറഞ്ഞു തട്ടില്ല. മെല്ലെ ബാക്ക് മാത്രം ഒന്ന് മെല്ലെ ഇറക്കിച്ചു. പോലെ കുഴപ്പമില്ല. പോട്ടെ ഈ പയ്യെ ലെഫ്റ്റ് അടിച്ചേ. പോട്ടെ
ഇവിടെ സേഫായി ഇവിടെയല്ലേ താഴെയാണെങ്കിൽ പാലക്കാട്